നമസ്കാരം. ഇറാന്റെ പരമോന്നത നേതാവായി ചുമതല ഏറ്റെടുത്ത ആയത്തുള്ള അലി ഖംനായുടെ മകൻ മുജ്തബ അലി ഖംനായി, അദ്ദേഹം അധിക നാൾ ആ കസേരയിൽ ഇരിക്കില്ല എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. അതായത് എന്റെ കൂടെ സമ്മതത്തോടു കൂടി ഒരാളെ വേണം അവിടെ പരമോന്നത നേതാവായി നിയമിക്കാൻ, അല്ലെങ്കിൽ അയാളെ വാഴിക്കില്ല എന്ന് ട്രംപ് നേരത്തെ പറഞ്ഞിരുന്നു. ഇപ്പോൾ ആ ഒരു ഭീഷണി ട്രംപ് തുടരുകയാണ്. എന്നാൽ ട്രംപിന്റെ ഭീഷണി തുടരുന്ന സാഹചര്യത്തിൽ റഷ്യയുടെ ഒരു ആശംസ, അതായത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ഒരു ആശംസ വന്നിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് പിതാവായിട്ടുള്ള ആയത്തുള്ള അലി ഖംനായുടെ വഴിയിൽ തുടരാൻ മുജ്തബക്ക് കഴിയട്ടെ, എല്ലാവിധ ആശംസകളും നേരുന്നു എന്നാണ് പുടിൻ പറയുന്നത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ റഷ്യ ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് നടത്തിയ ഇടപെടൽ ഇപ്പോൾ ഏറെക്കുറെ വലിയ വാർത്തയാണ്. അമേരിക്കയുടെ ഇന്റലിജൻസ് സംവിധാനങ്ങൾ ഇപ്പോൾ അവർ പറയുന്ന ഒരു കാര്യം, ഇറാന്റെ ആക്രമണങ്ങൾ ആദ്യം അത് കൃത്യസ്ഥലങ്ങളിൽ പതിച്ചിരുന്നില്ല, അവർക്ക് ചില ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ഗൾഫ് മേഖലകളിലുള്ള അമേരിക്കൻ ബേസുകൾക്ക് നേരെയൊക്കെ കൃത്യമായ ആക്രമണം നടത്താൻ, ഇസ്രായേലിനകത്ത് ആക്രമണം നടത്താൻ റഷ്യയുടെ ഇടപെടൽ ഇവിടെ ഇറാന് സഹായകരമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ യുദ്ധത്തിൽ റഷ്യ പങ്കാളിയാണ് എന്നുള്ള വിവരമാണ് അമേരിക്കയുടെ ഇന്റലിജൻസ് ഇവിടെ അമേരിക്കൻ ഭരണ നേതൃത്വത്തിന് ട്രംപിന് കൊടുത്തിട്ടുള്ള ചില വിവരങ്ങൾ. ഈ ഒരു വിവരം പുറത്തു വന്ന സമയത്ത് ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി ഇവിടെ പറഞ്ഞൊരു കാര്യമുണ്ട്. ഞങ്ങൾ എന്തായാലും ഇവിടെ റഷ്യയുമായിട്ട് ഒരുപാട് കാലത്തെ ബന്ധമുണ്ട്, റഷ്യ ഞങ്ങളെ സഹായിച്ചില്ല എന്നൊന്നും പറയാൻ ഞാൻ തയ്യാറല്ല. റഷ്യ ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്. അത് ഏതൊക്കെ വഴികളിലാണ് ആ സഹായം റഷ്യ ഞങ്ങൾക്ക് ചെയ്തു തന്നത് എന്ന കാര്യത്തെക്കുറിച്ച് പറയാൻ ഇപ്പോൾ കഴിയില്ല. അതൊക്കെ രഹസ്യങ്ങളാണ്, അതൊന്നും ഇവിടെ പറയാൻ കഴിയില്ല. എന്തായാലും റഷ്യയുമായി ഞങ്ങൾ ഒരുപാട് കാലത്തെ ബന്ധമുണ്ട്, ആ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലുള്ള സഹായങ്ങളൊക്കെ അവർ ഞങ്ങൾക്ക് ചെയ്തു തന്നിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുകയും ചെയ്തു. മാത്രമല്ല, റഷ്യയുടെ പ്രതിനിധി പറഞ്ഞതും ഇവിടെ പ്രത്യേകം ശ്രദ്ധേയമാണ്. റഷ്യ നിഷ്പക്ഷമല്ല, റഷ്യക്ക് കൃത്യമായി പക്ഷമുണ്ട്. റഷ്യ എന്നും ഇറാനോടൊപ്പമാണ്, ഈ യുദ്ധത്തിൽ ഇറാനെ സഹായിച്ചിരിക്കുമെന്ന് റഷ്യ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇവിടെ മുജ്തബ അലി ഖംനായിയെ വധിക്കുമെന്ന് ട്രംപ് ഭീഷണിപ്പെടുത്തിയ സമയത്താണ് ഇപ്പോൾ റഷ്യൻ പ്രസിഡന്റിന്റെ ഒരു ആശംസാ സന്ദേശം എത്തുന്നത്. ഇതോടുകൂടി റഷ്യയുടെ നിലപാട് എന്താണ് എന്ന കാര്യം ഏറെക്കുറെ വ്യക്തമായി. ഇറാനോടൊപ്പം റഷ്യയുണ്ട്, ഇറാൻ എല്ലാവിധ സഹായങ്ങളും റഷ്യ ചെയ്തു കൊടുക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഉറപ്പിക്കാം നമുക്ക്. അത്തരമൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ഇടപെടൽ ഇവിടെ ചൈനയുടെ ഭാഗത്തു നിന്നാണ്. എല്ലാ സമയങ്ങളിലും ഇറാനോടൊപ്പം നിന്നിട്ടുണ്ട്. അതായത് ഇവിടെ ഇറാൻ ആവശ്യപ്പെടുന്ന സമയങ്ങളിലൊക്കെ ചൈനയുടെ സഹായം എത്തിയിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു സഹായം ചൈന ചെയ്തു കൊടുത്തത് ഇപ്പോൾ വലിയ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. അതായത് അമേരിക്ക ഇറാനിൽ നിരവധി ഹെലികോപ്റ്ററുകളും അതുപോലെ തന്നെ വിമാനങ്ങളും ഒക്കെ നശിപ്പിച്ചു എന്ന് അവകാശപ്പെടുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഈ അമേരിക്ക അവകാശപ്പെടുന്ന അത്രയ്ക്കൊന്നും വിമാനങ്ങൾ, യുദ്ധവിമാനങ്ങൾ ഇവിടെ ഇറാന്റെ പക്കൽ ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ എങ്ങനെയാണ് ഇത്രയധികം വിമാനങ്ങളൊക്കെ നശിപ്പിച്ചു എന്നിവർ അവകാശപ്പെടുന്നത് എന്നതിനെ കുറിച്ച് ചിന്തിച്ചിരുന്നു. ഇപ്പോഴാണ് ഇവിടെ ചൈനയുടെ സഹായവും ഇറാന്റെ തന്ത്രവും ഒക്കെ മനസ്സിലാക്കാനായത് എന്നുള്ളതാണ്. അതായത് നമ്മൾ ഈ കുട്ടികളൊക്കെ കളിക്കുന്ന, ഊതി വീർപ്പിക്കുന്ന പാവയും അതുപോലെ തന്നെ അത്തരത്തിലുള്ള കളിക്കുന്ന ഉപകരണങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവിടെ ചൈനയിൽ നിന്നും ഇതുപോലെ ഊതി വീർപ്പിക്കാൻ കഴിയുന്ന ഹെലികോപ്റ്ററുകളും അതുപോലെ തന്നെ വിമാനങ്ങളും യുദ്ധത്തിന് ഉപയോഗിക്കുന്ന ടാങ്കുകളും ഒക്കെ ഇറാന്റെ പല ഭാഗങ്ങളിലായിട്ട് ഇവർ വിന്യസിച്ചു. അതായത് ഈ കളിക്കോപ്പുകളാണ്, കുട്ടികൾ കളിക്കുന്ന സാധനങ്ങളാണ്. ഉപഗ്രഹ ചിത്രങ്ങളിൽ ഇതൊക്കെ വലിയ ആയുധങ്ങളാണെന്ന് അമേരിക്ക മനസ്സിലാക്കി. നിസാര പൈസക്ക് വാങ്ങിച്ച സാധനങ്ങളാണ്. ഈ നിസാര പൈസക്ക് വാങ്ങിച്ച സാധനങ്ങൾ അങ്ങ് എല്ലാ ഭാഗങ്ങളിലും നിരത്തി അമേരിക്കയും ഇസ്രായേലും വ്യാപകമായി ഇത്തരത്തിലുള്ള കളിക്കോപ്പുകൾക്ക് നേരെ ആക്രമണം അങ്ങോട്ട് നടത്തി. എന്തായാലും ഇവിടെ ഇപ്പോഴാണ് ഈ രഹസ്യം പുറത്തു വരുന്നത്. നേരത്തെ ഒരു വിവരം പുറത്തു വന്നിരുന്നത് ഇവിടെ വിമാനങ്ങളുടെ ചിത്രങ്ങൾ വരച്ചു വെച്ചു, റൺവേകളിലൊക്കെ വിമാനങ്ങളുടെ ചിത്രങ്ങൾ, പെയിന്റ് ഉപയോഗിച്ച് ചിത്രങ്ങൾ വരച്ചു വെച്ചു. ഈ ചിത്രങ്ങൾക്ക് നേരെയും ഇവിടെ അമേരിക്കയുടെ ആക്രമണം ഉണ്ടായി. അമേരിക്ക കോടിക്കണക്കിന് രൂപ ചിലവ് വരുന്ന ബോംബുകളും മിസൈലുകളും ഒക്കെ ഇട്ട് ഈ കളിക്കോപ്പുകളും അതുപോലെ തന്നെ ചിത്രങ്ങളും ഒക്കെ തകർത്ത് കളഞ്ഞു. ഇറാന്റെ തന്ത്രം ഒന്ന് നോക്കണം. അതായത് അമേരിക്കയുടെയൊക്കെ എത്രയോ അപ്പുറത്താണ് ഇറാൻ തന്ത്രത്തിന്റെ കാര്യത്തിൽ. പഴയ പേർഷ്യക്കാരാണ്, അവരെ ആരും തന്ത്രം പഠിപ്പിക്കേണ്ടതില്ല. എന്തായാലും അങ്ങനെ അമേരിക്കയെയും ഇസ്രായേലിനെയും ഇവിടെ ഇറാൻ ശരിക്കും പറഞ്ഞാൽ കബളിപ്പിച്ചു. ഈ കബളിപ്പിക്കുന്നതിന് വേണ്ടി ചൈനയുടെ നല്ല സഹായം ഉണ്ടായിട്ടുണ്ട്.
നമുക്കറിയാം ചൈനയിൽ നിന്ന് ഇത്തരത്തിലുള്ള കളിക്കോപ്പുകൾ വളരെ തുച്ഛമായ വിലക്ക് നമുക്കിവിടെ നാട്ടിൽ കിട്ടാറുണ്ട്. ചൈനീസ് ഉൽപ്പന്നമാണെന്നൊക്കെ പറഞ്ഞ് ചില മാർക്കറ്റുകളിലൊക്കെ നമുക്ക് അത്തരത്തിലുള്ള സാധനങ്ങൾ കിട്ടാറുണ്ട്. അതേ സാധനം തന്നെയാണ് ഇവിടെ അമേരിക്കയെ കബളിപ്പിക്കാൻ ചൈന കൊടുത്തത്. ഇറാൻ അത് വെച്ച് അമേരിക്കക്ക് നല്ല പണി കൊടുത്തു. അമേരിക്ക അതിന്റെ മുകളിലൊക്കെ ആക്രമണം നടത്തി. അതോടൊപ്പം തന്നെ ഇവിടെ ചൈന സീരിയസ് ആയിട്ടൊരു കാര്യം കൂടെ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ഈ മുജ്തബ അലി ഖംനായിക്കെതിരെ ആക്രമണം ഉണ്ടാകും എന്നുള്ള ഭീഷണി അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഭാഗത്തു നിന്നുണ്ടായപ്പോൾ ഇനി നിങ്ങൾ അത്തരത്തിലൊരു നീക്കം നടത്തിയാൽ ഇസ്രായേലും അമേരിക്കയും ഒക്കെ ശരിക്കും വിവരമറിയും എന്ന ഒരു വാക്ക് ചൈന ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും അത്തരം ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് കൊല്ലുമെന്ന് ഭയപ്പെടുത്തുന്നത് ഇവിടെ പിതാവിനേക്കാൾ ശക്തമായ നിലപാടെടുക്കാൻ കഴിയുന്ന, ശക്തമായ എടുത്ത നിലപാടുകൾ അല്ലെങ്കിൽ എടുത്ത തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ കഴിയുന്ന മുജ്തബക്കെതിരെയാണ് അത്തരത്തിലൊരു ഭീഷണി ഉയർത്തിയിരിക്കുന്നത്. ഈ മുജ്തബക്ക് വ്യാപകമായിട്ടുള്ള പിന്തുണ ഇവിടെ ആയത്തുല്ലാ അലി ഖംനായിയെ പോലെ തന്നെ വ്യാപകമായിട്ടുള്ള പിന്തുണ ഇപ്പോൾ ഉണ്ട്. തൊട്ടാൽ വിവരമറിയും എന്ന് തന്നെയാണ് റഷ്യയുടെയും ചൈനയുടെയും ഇപ്പോഴത്തെ നിലപാട്.